ഉപ്പാന്റെ ഫോണിലേക്ക് വാട്സപ്പ് വഴിയായിട്ട് മുത്തലാക്ക് ചെല്ലിയതാണ്. ഇനി ഓളെ എനിക്ക് വേണ്ട, അതുകൊണ്ട് 3 തലാക്കും ചെല്ലുന്നു എന്നിട്ട് വോയിസ് ക്ലിപ്പായിട്ട് ഉപ്പാന്റെ ഫോണിലേക്ക് അയച്ചതാണ്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വോയിസ് മെസ്സേജ് ആയിട്ട് ഉപ്പാക്ക് അയച്ചത്. ഭർത്താവ് വീട്ടിൽ നിന്ന് 2.5 വർഷമായിട്ട് പീഡനം ഉണ്ടായിരുന്നു. അപ്പോൾ ഭർത്താവ് ഉണ്ടായിരുന്നില്ല, ഗൾഫിലായിരുന്നു. റൂമിൽ പൂട്ടിയിടുകയും ഭക്ഷണം തരാതെ, കഴിയാതായെങ്കിൽ പനി വന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഇവിടുന്ന് എൻ്റെ ഉമ്മാവും ഉപ്പാവും ഭർത്തർ വീട്ടിലേക്ക് വന്നിട്ട് കൊണ്ടുപോകും. സഹിക്കാൻ കഴിയായിട്ട് ഞാൻ ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ ഇനി എന്തെങ്കിലും ആവും, അതിന് മുന്നേ എന്നെ കൊണ്ടോ, അല്ലെങ്കിൽ ഭർത്തർ വീട്ടുകാർ എന്നെ എന്തെങ്കിലും ആക്കും. ആ സമയത്ത് ഭർത്താവിനെ അറിയും. ഭർത്താവ് നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. നീ വീട്ടിൽ പോയിക്ക, നിന്റെ വീട്ടിൽ പോയിട്ട് നിന്നോ, എൻ്റെ പെങ്ങളൊക്കെയും ഉമ്മാൻ്റെക്കും നിൽക്കണ്ട, ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ മാത്രം ഒന്നിച്ചിട്ട് പോവാന്ന്. ഈ 1 മാസം 2 വീക്സ് 3 വീക്സ് ആയി എനിക്ക് മെസ്സേജോ കോളോ ഒന്നും ഇല്ലാത്തത്. അതറിഞ്ഞിട്ട് ഞാൻ ഗൾഫിലേക്ക് പോവാൻ കഴിഞ്ഞത് 24-ാം തീയതി മൺഡേ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാൻ, വിസിറ്റിംഗ് എടുത്തിട്ട് പോവാൻ കഴിയുമ്പോൾ കണ്ടാൽ മാറുമോ, അല്ലോ വിഷമങ്ങളെല്ലാം പറഞ്ഞ് തീരുന്ന പ്രശ്നമാണെന്ന് നിരീക്ഷിച്ചിട്ട് പോവാൻ കഴിഞ്ഞത്. അപ്പൊക്ക് അതിന്റെ പിന്നിൽ കളിച്ചത് അപ്പൊക്ക് വേറെ ആളാണ്. ഇതേ ഭർത്താവിന്റെ പെങ്ങളും ഇതേ ഉപ്പാന്റെ ഏട്ടൻ്റെവരും, മരിച്ചുപോയ അവരെ ഏട്ടൻ്റെവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ വേർപിരിച്ചതാണ്. പെങ്ങന്മാരും ഉപ്പാന്റെ ഏട്ടൻ്റെവരും. സ്ത്രീധനമായി അവർ 50 പവനോളം ആവശ്യപ്പെട്ടിരുന്നു. 50 പവനോളം ചോദിച്ചിരുന്നു. നമ്മളെല്ലാവരും കൂടി നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ഇതാണ്. വീട് വരെ ബാങ്കിൽ ജപ്തിയിലുള്ളതാണ്. അത്രയും വിഷമത്തിൻ്റെ ഇടയിൽ 20 പവൻ എല്ലാവരും കൂടിയിട്ട് ഭാര്യ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടിയിട്ട് കൊടുത്ത് ഇങ്ങനെ 20 പവൻ കൊടുത്തതാണ്. അത് മൊത്തം വിറ്റിട്ട് പൈസ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഈ സ്ഥലം എടുക്കാന്ന് പറഞ്ഞു. പൈസ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അമ്മ പറഞ്ഞു, എനിക്ക് ഇത് കിട്ടാൻ ഞാൻ കാത്തു നിന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വാട്സപ്പിലേക്ക് 3 തലാക്കും ചൊല്ലിയതാണ്. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് കോടതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. CI ഇന്ന് ലീവ് നാളെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതെടുക്കാൻ കോടതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും മുത്തലാഖ് എന്ന് പറയുന്നത് നിരോധിത നിയമമാണ്. ഇത്തരത്തിൽ കാസർഗോഡ് നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത്.